ഹലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, കുറച്ച് പേരെ ജോയിൻ ആയിട്ടുള്ളൂ അല്ലേ? അപ്പം നിങ്ങൾ ഇത്ര പേര് അറ്റ്ലീസ്റ്റ് പഠിക്കുന്നുണ്ടോ? അഖില, ധന്യ, മേഘ. ഏ ഉണ്ട് മിസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതുവരെ എടുത്തത് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. നമുക്ക് അധികം വൈകാതെ തന്നെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പം നമുക്ക് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക. HSST-ല് 2027 20 ധന്യ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ. 2027 ഒത്തിരി വേക്കൻസീസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന HSST എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് കേട്ടോ. നന്നായിട്ട് നിങ്ങൾ പഠിച്ചോളുക. നല്ലൊരു ചാൻസ് ആണ്. നമ്മുടെ യോഗ്യത വെച്ചിട്ട് നല്ലൊരു ജോലി, നല്ല സാലറി ഉള്ളത്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് എത്ര ഹയർ ക്വാളിഫിക്കേഷനിൽ ഇരിക്കുമ്പം നമുക്ക് ചെറിയ ചെറിയ ജോലികൾ, നമ്മുടെ ക്വാളിഫിക്കേഷനിൽ കുറഞ്ഞ ജോലികൾ എന്ന് പറയുമ്പോൾ ജോലി ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിലെങ്കിലും ഒന്നിൽ കയറിയാൽ മതി. പക്ഷെ അതിൽ നമ്മൾ കുഞ്ഞി പോസ്റ്റിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരു ഈഗോ വരും അല്ലേ? ഞാൻ ഇത്രയും പഠിച്ചു. പിന്നെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഹയർ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഈഗോ വരും. അപ്പൊ അതിനൊന്നും നിങ്ങൾ ഇടയാക്കണ്ട. നമുക്കൊരു നല്ല ചാൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ അധികം ലേറ്റ് ആക്കുന്നില്ല. നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. ഞാൻ കുറേയൊക്കെ ഇതിനകത്ത് തന്നെ സോൾവ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളും ഒരു ബുക്കും പേപ്പറും മീൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ എപ്പോൾ കാണിച്ചാലും സ്ക്രീനിൽ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. ഒരു സെക്കൻഡേ. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തരാം, നിങ്ങൾ ഒന്ന് ചെയ്യണേ. ഇത് ലഗ്രാഞ്ചിൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എടുത്തിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. മോൻ കരഞ്ഞോണ്ടിരിക്കാൻ, ഒന്ന് പോയിട്ട് വരാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? ഞാൻ ഓൾറെഡി തന്ന PDF-ലുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതൊന്ന് നോക്കുക. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യൻ കിട്ടിയോ നിങ്ങളുടെ കയ്യില്? ക്വസ്റ്റ്യൻ എല്ലാവരും ആ ഗ്രൂപ്പിൽ നിന്ന് എടുക്കണേ. വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം, അപ്പോഴേക്ക് ഞാൻ വരാം. ഓക്കെ, കേൾക്കത്തില്ലേ? കേൾക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യന്. ലഗ്രാഞ്ചിൻ L ഒന്ന് എഴുതിയെടുക്കുക. L ഇസ് ഈക്വൽ ടു ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ മൈനസ് എം എക്സ് ഡോട്ട് വൈ ഡോട്ട്. അതിന്റെ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഓൾറെഡി വർക്കൗട്ട് ചെയ്യാൻ തന്നതാണ്. നിങ്ങൾ ചെയ്തു നോക്കിയിരുന്നോ? സൊല്യൂഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയോ ഇല്ലെന്നൊന്ന് ഓപ്പൺ ആയിട്ട് പറയണേ. നമുക്ക് ചെയ്ത് പറഞ്ഞു തന്നെ പോവാം. ചെയ്യാൻ കിട്ടിയിരുന്നോ നിങ്ങക്ക്?
മൂന്ന് പേരും ഒന്ന് മൈക്ക് ഓൺ ആക്കി പറഞ്ഞേ. നമുക്ക് പഠിച്ചു തന്നെ പോവാം. നിങ്ങളൊന്നും പ്രത്യേകിച്ച് മോശമൊന്നും വിചാരിക്കണ്ട. ചെയ്യാൻ കിട്ടിയിരുന്നോന്ന് ജസ്റ്റ് ഒന്ന് പറയുക കേട്ടോ. ധന്യക്ക് കിട്ടിയിരുന്നോ? ഇല്ല മിസ്. ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. സൊല്യൂഷൻ നോക്കിക്കേ. പി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ലഗ്രാഞ്ചിയനെ ഹാമിൽട്ടോണിയൻ ആക്കി മാറ്റണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, എൽ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹാഫ് എം എക്സ് ഡോട്ട് മൈനസ് എം എക്സ് ഡോട്ട് വൈ ഡോട്ട്. അപ്പൊ ഹാമിൽട്ടോണിയൻ എങ്ങനെ ലഗ്രാഞ്ചിനെ കണ്ടുപിടിക്കും? സിഗ്മ ഓഫ് പി ജെ ക്യൂ ജെ ഡോട്ട് മൈനസ് എൽ. ഇത്രയും കാര്യം എല്ലാവർക്കും അറിയാലോ. യെസ് മിസ്. ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഈ സിഗ്മ ഓഫ് പി ജെ ക്യൂ ജെ ഡോട്ട് എന്നുള്ളത് കുറച്ചു പേർക്ക് അത് എങ്ങനെ എഴുതും എന്നുള്ളത് സംശയമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഈ പി ജെ സിഗ്മ എന്ന് വെച്ചാൽ സമ്മേഷൻ ഓഫ് പി ജെ ക്യൂ ജെ ഡോട്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് നമ്മുടെ ലഗ്രാഞ്ചിയനിലേക്ക് പോയിട്ട് എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ട് എന്ന് നോക്കണം. എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ട് ഇതിനകത്ത് ലഗ്രാഞ്ചിയനിൽ ഒന്ന് പറഞ്ഞേ. എക്സ് വൈ. രണ്ടെണ്ണം ഉണ്ട്, എക്സും വൈയും ആണ്. ഓക്കെ. അപ്പൊ സമ്മേഷൻ എങ്ങനെ എഴുതാൻ നോക്കിക്കേ. പി ജെ ക്യൂ ജെ, ഈ ജെ എന്ന് പറയുന്നത് ആ കോർഡിനേറ്റിൻ്റെതാണ്. അപ്പൊ പി എക്സ്, ക്യൂ എന്ന് പറയുന്നത് എന്താ, കോർഡിനേറ്റ് ആണ്. അപ്പൊ എക്സ്, ക്യൂ എന്ന് പറയുന്ന ആദ്യത്തെ എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ പി എക്സ്, എക്സ് എന്ന കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ആണ് പി എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പി എക്സ് എക്സ് ഡോട്ട് ഒരെണ്ണം മാത്രമല്ല, രണ്ടെണ്ണം ഉണ്ട്, വൈയും ഉണ്ട്, പ്ലസ് പി വൈ വൈ ഡോട്ട്. ഇനി ഇസഡ് ഇതിലുണ്ടായിരുന്നെങ്കിൽ പ്ലസ് പി ഇസഡ് ഇസഡ് ഡോട്ട് മൈനസ് എൽ എന്ന് വന്നേനെ. മനസ്സിലായോ അത് എഴുതുന്നത്? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പാതി സോൾവ് ആയി. മനസ്സിലായോ? എങ്ങനെയാണ് ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ അടുത്ത നോക്കി, എച്ചില് പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട് മൈനസ് എൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പി എക്സ് എന്ന് പറയുന്ന കോൺജുഗേറ്റ് മൊമെന്റോ ആണ്. അപ്പൊ അതിന് നമുക്കൊരു ഇക്വേഷൻ അറിയാം, പി എക്സ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. പി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട്. ഇതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പി എക്സും പി വൈയും കണ്ടുപിടിക്കണം. പി എക്സ് എന്താണ്, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. എൽ എന്താണെന്ന് നമുക്കറിയാം, ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ മൈനസ് എം എക്സ് ഡോട്ട് വൈ ഡോട്ട് അല്ലെ. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഡോട്ട് ഓഫ് ലഗ്രാഞ്ചിയൻ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക, എം എക്സ് ഡോട്ട് മൈനസ് എം വൈ ഡോട്ട്. അത് കിട്ടിയോ? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, എളുപ്പമാണ്. അപ്പൊ ഇവിടെ നോക്ക്, എം എക്സ് ഡോട്ട് മൈനസ് എം വൈ ഡോട്ട് എന്നാണ് അല്ലെ. അപ്പൊ അതിനകത്ത് സോറി, ഡോ ബൈ ഡോ എക്സ് ഡോട്ട് ഓഫ് എൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എം എക്സ് ഡോട്ട് മൈനസ് എം വൈ ഡോട്ട്. ഇത് കിട്ടിയോ? പി എക്സിന്റെ വാല്യൂ കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടി. ഓക്കെ. അടുത്തത് പി വൈ അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. പി വൈയുടെ വാല്യൂ മൈനസ് എം എക്സ് ഡോട്ട്. ഇത്രയും കിട്ടിയോ? ക്ലിയർ. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ പി എക്സും പി വൈ എല്ലാം കിട്ടി. ഇനി നിങ്ങൾ നമ്മുടെ സൊല്യൂഷന്റെ ഓപ്ഷനിലേക്ക് പോയി നോക്കണം. ഓപ്ഷനിൽ പോകുമ്പോൾ എന്താ മനസ്സിലാവണത്, എ ബി സി ഡി കണ്ടോ, എല്ലാം പി എക്സിന്റെയും പി വൈയുടെയും ടേമിലാണ് ഇത് ജനറേറ്റ് ചെയ്ത് കിടക്കുന്നത്. പി എക്സ് പി വൈയുടെ ടേമിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്ഷനിലേക്ക് തിരിച്ചു വന്നു അല്ലെ. നമ്മുടെ ഓപ്ഷനിലേക്ക് തിരിച്ചു പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട് മൈനസ് എൽ. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ നമുക്ക് എക്സ് ഡോട്ടിനെ എന്ത് ചെയ്യണം, എക്സ് ഡോട്ട് വൈ ഡോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നിങ്ങൾ നോക്കി.
അധികം നമുക്ക് അങ്ങനെ കാണാനില്ല. ഇവിടെ ഓപ്ഷൻ ഡിയിൽ ഒരു വൈ ഡോട്ട് ഉണ്ട്, ബാക്കിയെല്ലാം പി എക്സ് പി വൈ എന്ന് പറയുന്ന ടേമിലാണ് കിടക്കുന്നത്. അപ്പൊ എക്സ് ഡോട്ട് വൈ ഡോട്ട് എന്നുള്ളതിനെയൊക്കെ പി എക്സ് പി വൈ എന്ന ടേമിലേക്ക് മാറ്റിയെടുക്കണം. അപ്പൊ അതിന് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്, നമ്മൾ കൊടുത്തിരിക്കുന്ന പി എക്സ് പി വൈയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം കൊടുക്കുക. കാരണം ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് വൈ ഡോട്ട് എക്സ് ഡോട്ടിന്റെ ഫോമിലാണല്ലോ, അപ്പൊ നമുക്ക് കുറയ്ക്കണം. ഇവിടെ മൈനസ് എൽ എന്ന് പറയുന്നത് വരുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ വേഗം കിട്ടുന്നത് പി എക്സിനെ പെട്ടെന്ന് ലഗ്രാഞ്ചിയനിൽ കിടക്കുന്ന ടേമിന്റെ ഫോമിലേക്ക് മാറ്റണം. മനസ്സിലായോ? എന്നിട്ട് ജസ്റ്റ് ആ ഒരു സംഭവം വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ മൈനസ് എം എക്സ് ഡോട്ട് വൈ ഡോട്ട് എന്നാണ്. ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് പോവുക. ഇതാണ് ഫൈനൽ ആൻസർ, ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ മൈനസ് എം എക്സ് ഡോട്ട് വൈ ഡോട്ട്. ഇതാണ് ഫൈനൽ ആൻസർ. ഈ ഫൈനൽ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ല, ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ എക്സ് ഡോട്ടിനെയും വൈ ഡോട്ടിനെയും അവർ പി വൈയുടെ ടേമിലേക്ക് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് വരണം. അങ്ങനെ എക്സ് ഡോട്ടിനെയും വൈ ഡോട്ടിനെയും ടേമിലേക്ക് മാറ്റി എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. അപ്പൊ ഓരോ തവണ ഓപ്ഷൻ നോക്കിയിട്ട് എന്തൊക്കെ ചേഞ്ച് വരുത്തണം നോക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് ചെയ്തു പോവാൻ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി ഇത് ചെയ്യാൻ സമയം കിട്ടാത്തവർ ഞാൻ ഇതിന് ശേഷം ഈ സോൾവ് ചെയ്തത് PDF ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫോളോയിങ് എക്സാമ്പിൾ ഇലുസ്ട്രേറ്റ് കൺസ്ട്രെയിൻസ് ഇൻ ദ മെക്കാനിക്കൽ സിസ്റ്റം വിച്ച് അമംഗ് ദം ഈസ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ. അപ്പോൾ ഈ ഫൊക്കോൾട്ട് പെൻഡുലം എന്ന് പറയുന്നത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ഉൾപ്പെടുന്നതാണെന്ന് നോക്കിയാൽ മതി, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതിന് എക്സ്പ്രഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഫൊക്കോൾട്ട് പെൻഡുലം എന്ന് പറയുന്നത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണെന്ന് ഓർത്ത് വെക്കുക. ബാക്കി 3 ഓപ്ഷനും നമുക്ക് ഹോളോണോമിക്കിൽ എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിന്റെ ഇക്വേഷൻ എഴുതി നോക്കേണ്ട കേസൊന്നുമില്ല. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് നോക്കിയേ, സിമ്പിൾ പെൻഡുലം ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്ങിൽ അറ്റാച്ച്ഡ് എൻഡ് ഓഫ് എ പിവോട്ട്, അതിനൊക്കെ നമ്മൾ ഓരോ രീതിയിലുള്ള ഇക്വേഷൻ ആയിട്ട് കൺസ്ട്രെയിൻസിനെ നമ്മൾ എഴുതുന്നതാണ് അല്ലെ. റിജിഡ് ബോഡിയുടെ കേസ് നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതുന്നതാണ്. പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതൊക്കെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നതാണ്. അപ്പൊ അതൊക്കെ ഹോളോണോമിക് ആണ്. ഫൊക്കോൾട്ട് പെൻഡുലം നോൺ ഹോളോണോമിക് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The Lagrangian of a particle moving in a plane under the influence of a central potential is given by L is equal to half m r dot square plus r square theta dot square minus v of r. The angular momentum of the particle is. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം നോക്കിക്കേ, ലഗ്രാഞ്ചിയനില് നമുക്കറിയാം, ലഗ്രാഞ്ചിയനില് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ ഇപ്പൊ എത്ര ജനറലൈസ് കോർഡിനേറ്റ് ഉണ്ടോ അത്രയും ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ ഈ ലഗ്രാഞ്ചിയനിൽ എത്ര ജനറലൈസ് കോർഡിനേറ്റ് ഉണ്ടെന്ന് നോക്കി പറഞ്ഞു നിങ്ങള്. 6 തീറ്റ. 6 തീറ്റയും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കും? 2 ജനറലൈസ് കോർഡിനേറ്റ് ഉണ്ട്. 2 ജനറലൈസ് കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ 2 ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് r-ന് കറസ്പോണ്ടിങ് ആയിട്ടും ഒന്ന് തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും. അപ്പോൾ ഓർക്കണം, ഇവിടെ ചോദ്യത്തിൽ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളൂ, ആംഗുലാർ മൊമെന്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ മൊമെന്റം കണ്ടോ, മൊമെന്റം എന്ന് പറയും P എന്ന് പറയുന്നത് എന്താണ്? P is equal to, ഇത് കണ്ടോ, പി എക്സ് കോൺജുഗേറ്റ് മൊമെന്റം നോക്കുക. പി എക്സ് എന്ന് വെച്ചാൽ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് അല്ലെ, അതാണ് കോൺജുഗേറ്റ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇവര് ആംഗുലാർ മൊമെന്റം എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 2 രീതിയിൽ ചെയ്യാം. പി ആർ എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആണ്. അപ്പൊ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് വർക്ക്ഔട്ട് ചെയ്യണം, ലീനിയർ മൊമെന്റം ആണ് ചോദിച്ചെങ്കിൽ. പക്ഷെ ഇവിടെ ആംഗുലാർ മൊമെന്റം ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ പി തീറ്റയാണ് കാണേണ്ടത്. പി തീറ്റ ഇസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട്. അത് മനസ്സിലായോ?
എന്തുകൊണ്ടാണ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് പറഞ്ഞതെന്നാണ് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായോ? ചെയ്തതെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പൊ ആറും തീറ്റയും ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് പി തീറ്റയും പി ആറും കാണാം. പി ആറ് കണ്ടു കഴിഞ്ഞാൽ അത് ലീനിയർ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ആ ലീനിയർ കോർഡിനേറ്റുകളാണ്. അപ്പൊ പി ആർ എന്ന് പറയുമ്പോൾ ലീനിയർ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആണ്. തീറ്റ എന്ന് വെച്ചാൽ ആംഗിളിന് കറസ്പോണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പി തീറ്റയാണ് ഇവിടെ കാണേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആണ്. ഓക്കെ. സോറി. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. കുറച്ച് ടൈം വേണം. സോറി. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് ആൻസർ കിട്ടുമോ നോക്കി. ഞാൻ ഇതൊന്ന് സ്വിച്ച് ചെയ്യുന്നുണ്ടേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പവർ പോയിന്റ്? കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ വെർച്വൽ വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡെൽറ്റ ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ ഓഫ് ക്യു ഐ ഡെൽറ്റ ക്യു ഐ. അതിനകത്ത് ഈ ക്യു ഐ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ജനറലൈസ്ഡ് ഫോഴ്സ് ആണ് അല്ലെ. ജനറലൈസ്ഡ് ഫോഴ്സ് ആണ്. ഇനി ഡെൽറ്റ ക്യു ഐ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? വെർച്വൽ വർക്കാണ് അല്ലെ. വെർച്വൽ വർക്കാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഓർക്കുക. ക്യു ഐ എന്ന് പറയുന്നത് ലീനിയർ കോർഡിനേറ്റ് ആണെങ്കിൽ, ക്യൂ ക്യാപിറ്റൽ ക്യു ഐ, അതായത് അതിന്റെ ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാ ഫോഴ്സ് തന്നെയായിരിക്കും. എന്നാൽ ക്യു ഐ എന്ന് പറയുന്നത് തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ആംഗുലാർ കോർഡിനേറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്കിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഇനി ക്യു ഐ ഡെൽറ്റ ക്യു ജെ, ഈ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? വെർച്വൽ വർക്കാണ് അല്ലെ. ഇത് എപ്പോഴും എന്താണ്? ഈക്വൽ ടു എനർജി ആയിരിക്കും. അതായത് ഈ ക്യൂ എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഏത് ക്വാണ്ടിറ്റിയും ആവാം അല്ലെ. അത് ലെങ്തിനെ മാത്രമേ സിഗ്നിഫൈ ചെയ്യൂ എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. ലെങ്ത് ആവാം, ആംഗിൾ ആയിരിക്കാം, പല യൂണിറ്റുകളിലേക്ക് ഈ ക്യൂവിനെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ആ ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ജനറലൈസ്ഡ് ഫോഴ്സ് ഈ ക്യാപിറ്റൽ ക്യൂ മാറും. ഓക്കെ. അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ലെങ്തിന് കറസ്പോണ്ടിങ് ആണെങ്കിൽ ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ആയിരിക്കും. ഇനി ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്ന ആംഗുലാർ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്ക് ആയിരിക്കും. ഇങ്ങനെ ഈ ക്യൂവും ജനറലൈസ്ഡ് കോർഡിനേറ്റും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവയുടെ പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? എനർജി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. കാരണം എന്താണ്? ഇത് സിഗ്നിഫൈ ചെയ്യുന്ന വെർച്വൽ വർക്ക് ഡബ്ല്യുവിനെയാണ്. അത് എപ്പോഴും എന്തിന് ഈക്വലന്റ് ആണ്? എനർജി ആയിരിക്കും. അപ്പൊ എന്ത് തന്നെ യൂണിറ്റ് ആവട്ടെ, ക്യൂ എന്ന് പറയുന്നത് എന്ത് കോർഡിനേറ്റ് ആവട്ടെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് ഫോഴ്സിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്തിന് തുല്യമായിട്ട് കിട്ടും? ഓൾവേസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഓൾവേസ് എന്തായിരിക്കും? പറഞ്ഞേ. ഓൾവേസ് എന്തായിരിക്കും?
എനർജി. എനർജിക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാകുമ്പോ ഇവിടെ നിങ്ങളൊന്ന് പറഞ്ഞേ. For a particular system, one of the generalized coordinate is an angle. What is the dimension of corresponding generalized force component? തീറ്റ ആണെങ്കിൽ ആംഗിൾ ആണെങ്കിൽ ഏതായിരിക്കും വരിക? ടോർക്ക്. ടോർക്കാണ്. ആംഗുലാർ മൊമെന്റത്തിലേക്ക് പോവരുത്. അതിന്റെ കോൺജുഗേറ്റ് മൊമെന്റം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺജുഗേറ്റ് മൊമെന്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗുലാർ മൊമെന്റത്തിലേക്ക് പോവാം. ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺജുഗേറ്റ് മൊമെന്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീനിയർ മൊമെന്റത്തിലേക്ക് പോവാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറസ്പോണ്ടിങ് ജനറലൈസ്ഡ് ഫോഴ്സ് ഏതാണെന്നാണ്. അത് ഏതാണ്? ടോർക്കാണ് വരിക. ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ടു പാർട്ടിക്കിൾ കൺസ്ട്രെയിൻ ടു മൂവ് ഇൻ എ പ്ലെയിൻ വിത്ത് ഫിക്സഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ് ആൻസർ വരിക? രണ്ട് പാർട്ടിക്കിൾ അല്ലെ ഫ്രീ ആയിട്ട് നിൽക്കുവാണ് ഒരു പ്ലെയിനിലെങ്കിൽ. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയല്ലേ? ടു പാർട്ടിക്കിൾ കൺസ്ട്രെയിൻ ടു മൂവ് ഇൻ എ പ്ലെയിൻ. പക്ഷെ അവരുടെ ഡിസ്റ്റൻസ് ഫിക്സഡ് ആണ്. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെയാ വരിക. രണ്ട് പാർട്ടിക്കിള് ഫ്രീ ആയിട്ട് ഒരു പ്ലെയിനിലാണെങ്കിൽ ഇതിന് എക്സ് വൈ അല്ലെ, എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണുള്ളത്. ഇതിനും എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണുള്ളത്. ഇത് എക്സ്, ഇത് വൈ കേട്ടോ. അപ്പൊ 4 വരും. പക്ഷെ ഇവിടെ എന്താണ്, ഈ പറയുന്ന ഒരെണ്ണം ഫിക്സഡ് ആയിട്ടുണ്ട്. അപ്പോ എന്ത് സംഭവിച്ചു? 4 ഡിഗ്രി ഓഫ് ഫ്രീഡം, അതിൽ ഒരു ലെങ്ത് ഫിക്സഡ് ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു? അവിടെ ഒരു കൺസ്ട്രെയിന്റ് ഏർപ്പെട്ടു. അപ്പൊ 4 - 1 3 ഡിഗ്രി ഓഫ് ഫ്രീഡം വരും. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ ലഗ്രാഞ്ചിയൻ L തന്നിട്ടുണ്ട്. വേർ G ഈസ് കോൺസ്റ്റന്റ്. G കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇതിൽ സൈക്ലിക് കോർഡിനേറ്റ്? സൈക്ലിക് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? അതായത് ഒരു ലഗ്രാഞ്ചിയനില് ഏതെങ്കിലും ഒരു കോർഡിനേറ്റിന്റെ ഡോട്ട്, അതായത് എക്സ് ഡോട്ട്, വൈ ഡോട്ട്, ഇസഡ് ഡോട്ട് ഇവയുണ്ടാവുകയും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് മിസ്സിംഗ് ആകുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കോർഡിനേറ്റ് എന്തായിരിക്കും? സൈക്ലിക് കോർഡിനേറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഡോ എൽ ബൈ ഡോ ക്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കറക്റ്റ് ആണോ? ആ ലഗ്രാഞ്ചിയനില് അതിന്റെ ക്യൂ കോർഡിനേറ്റ് ഇല്ല. അതുകൊണ്ട് ഡോ എൽ ബൈ ഡോ ക്യൂ ചെയ്യുമ്പോൾ 0 ആയിരിക്കും കിട്ടുക. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ആ കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതില് ഏതാ വരിക സൈക്ലിക് കോർഡിനേറ്റ് ആയിട്ട്? ഞാൻ ആൻസർ മാർക്ക് ചെയ്തേക്കെന്ന് നോക്കി നിങ്ങൾ പറയല്ല, മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. L is equal to m/2 x dot square plus y dot square plus z dot square minus mgz. ഇതിൽ ഏതാണ് സൈക്ലിക് കോർഡിനേറ്റ്? എക്സും വൈയും. കാരണം എക്സ് ഡോട്ടും വൈ ഡോട്ടും ഉണ്ടായിരിക്കെ അതിന്റെ എക്സും വൈയും കോർഡിനേറ്റ് മിസ്സിംഗ് ആണ്. ഇസഡും ഇസഡ് ഡോട്ടും ഉണ്ട്. അങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ളതാണ് എന്ത്? സൈക്ലിക് കോർഡിനേറ്റ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഡോയൽ ബൈ ഓക്കെ. അപ്പൊ ഇത് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോ പറയാട്ടോ. അടുത്തത് നോക്കുക. ദ ലഗ്രാഞ്ചിയൻ ഓഫ് വൺ ഡയമെൻഷണൽ സിസ്റ്റം L എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണം. ഇതിനു വേണ്ടി ഇനി ഞാൻ സമയം കളയണോ? നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. സൊല്യൂഷൻ ഞാൻ ഇത് എഴുതിയ ഫോം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം അല്ലെങ്കിൽ ഒത്തിരി ടൈം പോകും. സെയിം കൺസെപ്റ്റ് ആണ്. ഇക്വേഷൻ എഴുതുക, എത്ര കറസ്പോണ്ടിങ് കോർഡിനേറ്റ് ഉണ്ടെന്ന് നോക്കുക. ഇത് ഡിസ്കസ് ചെയ്ത് പോണോന്നൊന്ന് പറഞ്ഞേ, അതോ നിങ്ങൾ നോക്കുവോന്ന് പറയൂ.
ഒരു നോക്കാം. കോൺഫിഡന്റ് ഇല്ല, ഒന്ന് ഡിസ്കസ് ചെയ്യണം മിസ്സേ എന്നാണെങ്കിൽ ഒന്ന് പറയണേ. അടുത്തയിലേക്ക് പൊക്കോട്ടെ ഞാന്. Yes, miss. ഓക്കെ. ആ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലഗ്രാഞ്ചിയൻ ഓഫ് എ 3-dimensional സിസ്റ്റം ഈസ് തന്നിട്ടുണ്ട്. ഇഫ് പി ഈസ് എ ലീനിയർ മൊമെന്റം ദെൻ ഇതിൽ ഏതാണ് കൺസേർവ്ഡ്, അതായത് ഏതാണോ സൈക്ലിക് കോർഡിനേറ്റ് ആ സൈക്ലിക് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. അതാണ് കൺസെപ്റ്റ്. ഏതാണോ സൈക്ലിക് കോർഡിനേറ്റ് ആ സൈക്ലിക് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഇവിടെ ഏതാണ് സൈക്ലിക് കോർഡിനേറ്റ്? ഇസഡ് ആണ് സൈക്ലിക് കോർഡിനേറ്റ്. അപ്പൊ പി ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. മനസ്സിലായോ? അടുത്തത് നോക്കാം. ഹാമിൽട്ടോണിയൻ ഓഫ് എ 3-dimensional സിസ്റ്റം ഇതാണ്. ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ. എച്ച് എന്താണെന്ന് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പൊ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താണെന്ന് നോക്കിയേ, ഇവിടെ ആർ ഡോട്ട്, നമുക്ക് രണ്ട് ഇക്വേഷൻ ഇതിനകത്ത് ക്യൂ ജെയും പി ജെയും വരും. പക്ഷെ ഇതിൽ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, അതിനകത്ത് ആർ ഡോട്ട് മാത്രമേ ഉള്ളൂ അല്ലെ. അതായത് ആർ ഡോട്ടും പി ആറും വരും. പി ആറും ആണ് നമ്മൾ എച്ചില് കണ്ടുപിടിക്കുക, മൊമെന്റത്തിനകത്ത് കണ്ടുപിടിക്കുന്നത് അല്ല, ഹാമിൽട്ടോണിയൻ ഫോർമുലേഷനിൽ വരിക. ഇതിൽ നമുക്ക് ആർ ഡോട്ട് മാത്രം മതി, അതായത് ക്യൂ ജെ ഡോട്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. മൾട്ടിപ്പിൾ ചോയ്സിന് ഏതെങ്കിലും ഒന്നേ കാണാൻ ചോദിക്കുള്ളൂ. അപ്പൊ ക്യൂ ജെ ഡോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ആറാണ് കേട്ടോ. ആർ ഡോട്ട് കണ്ടുപിടിക്കുക. ആർ ഡോട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. സിമ്പിൾ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻസിയേഷൻ മാത്രം ചെയ്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യണമെങ്കിൽ എന്തറിയണം? ഹാമിൽട്ടന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ബൈ ഹാർട്ട് അറിയണം. അപ്പൊ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? സൊല്യൂഷൻ ഇട്ടേക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അതുകൊണ്ട് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നോക്കിയേ, ഇഫ് ദ ഡിഫൈനിങ് റിലേഷൻ ഓഫ് ദ ജനറലൈസ് കോർഡിനേറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് എക്സ്പ്ലിസിറ്റ്ലി ഓൺ ടൈം ആൻഡ് ദ പൊട്ടൻഷ്യൽ ഇസ് നോട്ട് വെലോസിറ്റി ഡിപ്പെൻഡന്റ് ദെൻ ദ ഹാമിൽട്ടോണിയൻ ഇസ് ഗിവൺ ബൈ. അപ്പൊ നമ്മൾ ഒത്തിരി ഡൗട്ട് അടിച്ച് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ കേട്ട് ടെൻഷനൊന്നും അടിക്കണ്ട. ഈ റിലേഷൻ വന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് കറക്റ്റ് നോക്കുക. നമുക്കറിയാം എച്ച് ഇസ് ഈക്വൽ ടു ടി പ്ലസ് വി ആണെന്ന് അറിയാം, എൽ ഈക്വൽ ടു ടി മൈനസ് വി ആണെന്ന് അറിയാം. അപ്പൊ എന്താണ് ഈ റിലേഷനിലേക്ക് എങ്ങനെ വരും? വിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുക. അതായത് ഓക്കെ, എച്ച് ഈക്വൽ ടു 2t മൈനസ് എൽ, ഇങ്ങനെയാണ് റിലേഷൻ പോകുന്നത്. അപ്പൊ എച്ചിനെയും എല്ലിനെയും കണക്ട് ചെയ്യണമെങ്കിൽ ഈ വിക്ക് എല്ലിൽ നിന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വി ഈക്വൽ ടു ടി മൈനസ് എൽ എന്ന് വരും. അത് ജസ്റ്റ് എച്ചിൽ ഇട്ട് കൊടുത്താൽ എച്ച് ഈക്വൽ ടു 2t മൈനസ് എൽ എന്ന് കിട്ടും. കിട്ടിയിരുന്നോ? മനസ്സിലായോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐഡന്റിഫൈ ദ കോൺസ്റ്റന്റ് ഓഫ് മോഷൻ. കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ഇതെല്ലാം എന്തെന്ന് വരുന്നതാണ്? സൈക്ലിക് കോർഡിനേറ്റിന്റെ കൺസെപ്റ്റിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഏതാണ് കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മൊമെന്റം ആണ് കൺസേർവ്ഡ്. അതേപോലെ തന്നെ എന്താണ് ഏത് കമ്പോണന്റ് ആണെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി ചേഞ്ച് ഉണ്ട്. നിങ്ങൾ നോക്കി, എ പാർട്ടിക്കിൾ ഇൻ എ പൊട്ടൻഷ്യൽ ലഗ്രാഞ്ചിയൻ എൽ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഡി ആർ ബൈ ഡി ടി ഓൾ സ്ക്വയർ പ്ലസ്. ഇവിടെ നോക്കിയേ, ഒന്നിൽ ആറും അടുത്തൊരു ഇതിനകത്ത് എക്സും വൈയും വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇതെന്താ ആറും എക്സും വൈയും ഒക്കെ കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കും. പക്ഷെ നിങ്ങൾ ഓർക്കണം, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർ എന്ന് പറയുന്ന പൊസിഷൻ കോർഡിനേറ്റ് ആണ് അല്ലെ. ആർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ കോർഡിനേറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് ടേമിലൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിനെ കാണിക്കുന്നതാണ് ഇവിടെ. അപ്പൊ അത് നിങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ ആറിനെ മാറ്റിയതാണ് കണ്ടോ. അപ്പൊ ശരിക്കും ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് വെച്ചാൽ ആർ ഡോട്ട് ആണ്. ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജനറൽ ആയിട്ട് കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആർ ഡോട്ട് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് സെഡ് ഡോട്ട് സ്ക്വയർ. മനസ്സിലായി?
ഇസഡ് ഡോട്ട് ഉണ്ട്, ഇസഡ് ഡോട്ട് സ്ക്വയർ. അപ്പൊ അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? എക്സും വൈയും എക്സ് ഡോട്ടും വൈ ഡോട്ടും ഉണ്ട്. എന്ത് മാത്രം ഇല്ല? ഇത് ഇവിടെ ഇസഡ് അല്ല, ഇസഡ് ഡോട്ട് ആണ് കേട്ടോ. എന്ത് മാത്രം ഇല്ല? ഇസഡ് ഇല്ല, ഇസഡ് ഡോട്ട് ഉണ്ട്. അപ്പൊ ഏതാ സൈക്ലിക് കോർഡിനേറ്റ്? പി ഇസഡ് അല്ലെ. ഇസഡ് ആണ് സൈക്ലിക് കോർഡിനേറ്റ്, പി ഇസഡ് ആണ് കൺസേർവ്ഡ്. ചോദ്യം വ്യത്യസ്തമായ രീതി ചോദിച്ചത് കണ്ടോ? ഇസഡ് കമ്പോണന്റ് ഓഫ് ലീനിയർ മൊമെന്റം. അത്ര തന്നെ ഉള്ളൂ. എക്സ് വൈ ഇസഡ് ആണെങ്കിൽ അത് ലീനിയർ മൊമെന്റം ആയിരിക്കും. കണ്ടോ ഓപ്ഷൻ നോക്കിക്കേ. ആംഗുലാർ മൊമെന്റം ആർ എന്ന് പറയുന്ന പൊസിഷൻ കോർഡിനേറ്റ് ആണ്. അപ്പൊ അതിന് എന്തേ വരുള്ളൂ? ലീനിയർ മൊമെന്റമേ വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഏത് കമ്പോണന്റ് ആണ്? ഇസഡ് കമ്പോണന്റ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചുമ്മാ ഇങ്ങനെയൊന്ന് ഒരു ഇംഗ്ലീഷിന്റെ ഇതിൽ പിടിച്ചിട്ടുള്ള പോലത്തെ ഒരു ചോദ്യമാണ്. എ ജനറലൈസ്ഡ് ഫോഴ്സ് എഫ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ദെൻ എഫ് വിൽ ഓൾവേസ് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് എ ഫോഴ്സ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ടേം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റ് ആണ്, ഒന്ന് നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ തന്നേ. എ ജനറലൈസ്ഡ് ഫോഴ്സ് എഫ് ആക്ട് ഓൺ ദ സിസ്റ്റം, ദെൻ എഫ് വിൽ ഓൾവേസ് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. കറക്റ്റ് ആണോ? ജനറലൈസ്ഡ് ഫോഴ്സ് ആണ് എഫ്. എഫിന് എപ്പോഴും ഫോഴ്സിന്റെ ഇത് ഉണ്ടാവുള്ളോ? ഡയമെൻഷനേ ഉണ്ടാവുള്ളോ? അല്ല, ടോർക്ക്, ഫോഴ്സ് ഏതാണോ ജനറലൈസ്ഡ് കോർഡിനേറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ എഫ് വിൽ ഓൾവേസ് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഇനി എഫ് ക്യാൻ സംടൈംസ് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. ശരിയാണോ? ഓക്കെ. എഫ് വിൽ നെവർ ഹാവ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. ശരിയാണോ? അല്ല. കാരണം എന്താണ്? ലീനിയർ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ലെങ്ത്തിന്റെ ടേംസിൽ വരുമ്പോൾ അത് ഫോഴ്സ് ആവാം അല്ലെ. ഇനി ഇന്റഗ്രൽ ഓഫ് എഫ് ഡി ക്യൂ വിൽ സംടൈംസ് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് എനർജി വെർ ക്യൂ ഇസ് എ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഇത് എന്തുകൊണ്ട് എറർ ആയത്? ഇന്റഗ്രൽ ഓഫ് എഫ് ഡി ക്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനെപ്പോഴും എന്തിന്റെ യൂണിറ്റാ വരിക? എപ്പോഴും എനർജിയുടെ യൂണിറ്റാ വരിക കേട്ടോ. ഇവിടെ എഫ് ജനറലൈസ്ഡ് ഫോഴ്സിനെ ഉദ്ദേശിക്കുന്നത്. ജനറലൈസ്ഡ് ഫോഴ്സ് ഇൻറ്റു ഡി ക്യൂ ഇന്റഗ്രൽ ആണെങ്കിൽ പോലും അത് അതിന്റെ പ്രൊഡക്റ്റ് ആണ്. വിൽ ഓൾവേസ് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് എനർജി എന്ന് വേണമായിരുന്നു. സംടൈംസ് എന്നുള്ളതാണ് അവിടെ തെറ്റിയത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലഗ്രാഞ്ചിൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ദിസ് വേർ കെ ഈസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ വേഗം പറഞ്ഞേ. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. എക്സും വൈയും. കാരണം അതിൽ ഏതാണ് സൈക്ലിക് കോർഡിനേറ്റ് എന്ന് നോക്കിയാൽ മതി അല്ലേ. അടുത്ത എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം മൂവ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്. Where k and tau are positive constant, identify the correct expression for Lagrangian and Hamiltonian. അത് എന്താണ്? ഇത് നോക്കുക, കൈനറ്റിക് എനർജി ടി, അതായത് നമ്മൾ ലഗ്രാഞ്ച് എന്ന് പറയുമ്പോൾ ടി മൈനസ് വി ആണ് അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. എല്ലാം ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ ആണ് കൈനറ്റിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പൊ ടി നമുക്ക് അങ്ങനെ കിട്ടി. വി എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സിൽ നിന്ന് എടുക്കാം. അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. ഫോഴ്സ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എങ്ങനെ പൊട്ടൻഷ്യൽ എടുക്കാം? മൈനസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എക്സ് ആണ് എന്തെന്ന് പറയുന്നത്?
പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെ. ഫോഴ്സ് കിട്ടിയാൽ അതിന്റെ ഇന്റഗ്രൽ, നെഗറ്റീവ് ഇന്റഗ്രൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് -kx × (exponential of -t/τ) ആണ്. കണ്ടിട്ട് പേടിക്കണ്ട, അതിന്റെ ഇന്റഗ്രൽ f.dx ആണ്. അപ്പൊ എക്സിന് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്, ബാക്കിയെല്ലാം പുറത്തേക്ക് പോകും. ഹലോ ഹലോ. ആ ഓക്കെ, ഒരു സെക്കൻഡ്. ആ ആ കിട്ടിയോ? വി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ, ബാക്കിയെല്ലാം ഇന്റഗ്രലിന് പുറത്തു വരും. എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2. അപ്പൊ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. പൊട്ടൻഷ്യൽ കിട്ടി, L=T-V. അപ്പോൾ ഇനി നമ്മൾ T-V കാണുക. H=T+V. എച്ചും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ ടിയും വി, അത് ജസ്റ്റ് പ്ലസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. പിന്നെ ലഗ്രാഞ്ചിനിന്ന് മറ്റേ രീതിയിൽ ഹാമിൽട്ടോണിയനിലേക്കൊന്നും പോകണ്ട. ഓപ്ഷൻ നോക്കിയിട്ട് എപ്പോഴും ആൻസർ ചെയ്യുക. ടിയും വിയും കണ്ടുപിടിച്ചു. L-T-V. നമ്മൾ നോർമലി ലഗ്രാഞ്ചിനിന്ന് ഇക്വേഷൻ വെച്ച് ഹാമിൽട്ടോണിലേക്ക് പോകാൻ റീസൺ എന്താണ്? നമുക്ക് പല കേസിന്റെയും എല്ലും വിയും അറിയില്ല അല്ലെ. അതായത് കൈനറ്റിക് എനർജിയും വിയും പൊട്ടൻഷ്യൽ എനർജിയും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ലഗ്രാഞ്ചിയൻ തരുമ്പോൾ നമുക്ക് ലഗ്രാഞ്ചിയൻ ഉപയോഗിച്ചിട്ടേ ഹാമിൽട്ടോണിയനിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ശരിക്കും ജനറലൈസ്ഡ് ഇക്വേഷൻ എങ്ങനെയാണ്? എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L=T-V, H=T+V. അപ്പൊ ടിയും വിയും അറിയുന്ന കേസിൽ T-V ചെയ്താൽ ലഗ്രാഞ്ചിനും T+V ചെയ്ത് കഴിഞ്ഞാൽ ഹാമിൽട്ടോണിയനും കിട്ടും. മനസ്സിലായോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്? ക്ലിയർ ആയി. ഓക്കെ, അതൊന്ന് നോക്കിയാൽ മതി, ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത് നോക്കുക. H represent Hamiltonian, L represent Lagrangian. What can be said about the dependence of these quantities on kinetic and potential energy? Both Hഉം Lഉം depend on V and T ആണ് അല്ലേ. ജസ്റ്റ് ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ഒരു സെക്കൻഡ്. മനസ്സിലായോ? ക്ലിയർ ആണ്. ഓക്കെ, ഇത് നോക്കിയേ. ഇൻ നോൺ ഹോളോണോമിക് സിസ്റ്റം, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ നോൺ ഹോളോണോമിക് സിസ്റ്റം, ഓപ്ഷൻ എ, constraints are absent and the number of degrees of freedom is same as the number of independent coordinates. അടുത്ത്, constraints are imposed and number of degrees of freedom is less than the number of independent coordinate. അടുത്ത്, no constraints are imposed and number of degrees of freedom is more than the number of independent coordinate. Constraints are imposed and number of degrees of freedom is more than the number of independent coordinate. ഇതിലേതായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെന്നൊന്ന് പറഞ്ഞേ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേന്ന് അറിയാം.
ഇത് തെറ്റല്ലേ? നോക്കിയേ. കൺസ്ട്രെയിൻസ് ആർ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് മോർ ദാൻ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്. അങ്ങനെ ഒരിക്കലും വരില്ല അല്ലെ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനേക്കാളും ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് വരിക എന്നുള്ള കേസ് തെറ്റാണ് അല്ലെ? ഒന്നെങ്കിൽ ഈക്വൽ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഒക്കെ വരുമ്പോൾ ഒന്ന് കുറയാം. അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് തെറ്റ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ 4 ഓപ്ഷനും തെറ്റാണ് കേട്ടോ. അതായത് ഒരു നോൺ ഹോളോണോമിക് സിസ്റ്റത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? നമ്മൾ ഇതിലൊരു കൺസ്ട്രെയിന്റ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഒരു കൺസ്ട്രെയിന്റ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രെയിൻസ് ആർ ആബ്സെന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ കൺസ്ട്രെയിൻസ് എപ്പോഴും ഇമ്പോസ്ഡ് ആണ് ഒരു നോൺ ഹോളോണോമിക് സിസ്റ്റത്തില്. പക്ഷെ എന്താണ്, നമുക്ക് ആ കൺസ്ട്രെയിൻസിനെ ഒരു റിലേഷൻ ആയിട്ടൊന്നും എഴുതാൻ പറ്റത്തില്ല. അതിൽ വെലോസിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കൺസ്ട്രെയിന്റുകൾ നോൺ ഇന്റഗ്രബിൾ ആണ് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഡസ് നോട്ട് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു നോൺ ഹോളോണോമിക് സിസ്റ്റത്തില് കൺസ്ട്രെയിന്റുകൾ നമ്മൾ ഇമ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു നോൺ ഹോളോണോമിക് സിസ്റ്റത്തില് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടില്ല. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇമ്പോസ്ഡ് എന്നുള്ളതാണ് എപ്പോഴും കറക്റ്റ് വരിക. ഈക്വൽ ടു ആണ് കേട്ടോ. ഇവിടെ കൺസ്ട്രെയിൻസ് ആർ ആബ്സെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ആബ്സെന്റ് എന്ന് പറയാൻ പറ്റില്ല. കൺസ്ട്രെയിൻസ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ കുറയ്ക്കുന്നില്ല. മനസ്സിലായോ? അടുത്ത നോക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m സ്ലൈഡ്സ് ഡൗൺ അണ്ടർ ദ ഗ്രാവിറ്റി വിത്തൗട്ട് ഫ്രിക്ഷൻ അലോങ് ദ പാരബോളിക് path y equal to ax square, a being constant. What is a Lagrangian of the particle? ഓക്കെ, അപ്പൊ Lagrangian L equal to t minus v ആണെന്നറിയാം. ഒരു പാരബോളയാണ്, y equal to ax square എന്നാണ് ഇക്വേഷൻ. അപ്പൊ അതിന്റെ കൈനറ്റിക് എനർജി പാർട്ട് ഹാഫ് എം എക്സ് സ്ക്വയർ എന്നുള്ളതാണ് കേട്ടോ. ഹാഫ് എം ഡി എക്സ് ബൈ ഡി ടി കണ്ട ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്നത് ഹാഫ് എം ഡി എക്സ് ബൈ, അതായത് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ആണ്. എം ജി എച്ച് വി നോക്കിക്കേ. ഒരു പാരബോളയുടെ കേസിൽ പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അണ്ടർ ദ ഗ്രാവിറ്റി ആണ് അല്ലെ. വി ഇസ് ഈക്വൽ ടു എം ജി വൈ അല്ലെങ്കിൽ എം ജി എച്ച് ഹൈറ്റ് ആണ്. ഹൈറ്റ് വൈ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എം ജി എ എക്സ് സ്ക്വയർ. ഇനി വൈ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ ആണ്. നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ഇക്വേഷനിൽ എവിടെയും വൈ നമുക്ക് കാണാനില്ല അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈനെ നമ്മൾ അതെ ഓക്കെ, വൈ നമ്മൾ വി ഇസ് ഈക്വൽ ടു എം ജി എ എക്സ് സ്ക്വയർ കണ്ടു. വൈ എ എക്സ് സ്ക്വയർ ആണെന്ന് അറിയാം. നമ്മുടെ ഇക്വേഷൻ നോക്കുക. ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ. വൈ ഡോട്ട് വേണം, അതുകൊണ്ട് ഇവിടെ വൈ ഡോട്ട് കണ്ടു, വൈ ഡോട്ട് സ്ക്വയർ കണ്ടു. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. എൽ ഈക്വൽ ടു ടി മൈനസ് വി ആണ്. ടി എന്ന് പറയുന്നത് ഇതൊരു പാരബോളയാണ്. എക്സും വൈയുമാണ് കമ്പോണന്റ് വരിക. കൈനറ്റിക് എനർജി പാർട്ട് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇനി അതിന്റെ പൊട്ടൻഷ്യൽ എനർജി പാർട്ട്, പാരബോളയുടെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എം ജി വൈ, എം ജി എച്ച് എന്നുള്ളതിന് പകരം വൈ, എം ജി വൈ. വൈ എന്താണ്? എ എക്സ് സ്ക്വയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ എം ജി എ എക്സ് സ്ക്വയർ ആണ്. ഇനി നമ്മുടെ ലഗ്രാഞ്ചിലേക്ക് പോകുമ്പോൾ വൈ ഡോട്ട് ഉണ്ട്. വൈ ഡോട്ടിനെ കിട്ടണമെങ്കിൽ ഈ തന്നിരിക്കുന്ന വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ നിന്ന് വൈ ഡോട്ടും വൈ ഡോട്ട് സ്ക്വയറും നമ്മൾ കണ്ടുപിടിച്ചു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? Yes, it's clear. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ എ ക്ലാസിക്കൽ സിസ്റ്റം വിത്ത് ഹാമിൽട്ടോൺ എച്ച് ആൻഡ് ലഗ്രാഞ്ചിൽ വാട്ട് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് എച്ച് മൈനസ് എൽ ഡിപ്പെൻഡ് ഓൺ? ജസ്റ്റ് ടിയും എച്ചും എല്ലിന്റെ ഇക്വേഷൻ ഇട്ടിട്ട് കുറച്ചാൽ മതി. മുമ്പിലത്തെ സമയത്ത് നമ്മൾ കൂട്ടുക ചെയ്തത് വേറൊരു ക്വസ്റ്റ്യനിൽ, ഇവിടെ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാനേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ പാർട്ടിക്കിൾ മൂവ് സബ്ജക്ട് ടു കൺസ്ട്രെയിൻഡ് എക്സ്പ്രസ് ബൈ ദ ഇക്വേഷൻ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5t. എന്തൊക്കെ കൺസ്ട്രെയിന്റ് ആണുള്ളത്? ഇത് ആക്ച്വലി എന്താണ്? ഈക്വൽ ടു ആയതുകൊണ്ട് ഹോളോണോമിക്കും ആണ്, ടൈം ഡിപ്പെൻഡൻസ് ഉള്ളതുകൊണ്ട് റിയോണോമിക്കും ആണ്. പക്ഷെ റിയോണോമിക് ഓപ്ഷനിൽ ഇല്ല, ഹോളോണോമിക് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലഗ്രാഞ്ചിൻ ഓഫ് എ സിസ്റ്റം വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഗിവൺ ബൈ എൽ. ലഗ്രാഞ്ചിൻ തന്നിട്ടുണ്ട്, ആൽഫയും ബീറ്റയും കോൺസ്റ്റന്റ് ആണ്. പി ഡിനോട്ട്സ് എ കനോണിക്കൽ മൊമെന്റം കോൺജുഗേറ്റ് ടു ക്യൂ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ലഗ്രാഞ്ചിൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, എൽ ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് പി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ആൽഫയും ബീറ്റയും കോൺസ്റ്റന്റ് ആന്ന് പറയുമ്പോൾ ഇവിടെ കോർഡിനേറ്റ് ക്യൂ മാത്രമേ ഉള്ളൂ അല്ലെ, ക്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ എല് മൊമെന്റം ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ആണ്. അതിന്റെ ആൻസർ 2 ആൽഫ ക്യൂ ഡോട്ട് ആണ് ലഗ്രാഞ്ചിൻ വെച്ച് ചെയ്യുമ്പോൾ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇനി ഇത് കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിൽ ഇട്ടു. ഇക്വേഷൻ ഓഫ് മോഷനിൽ ഇട്ടപ്പം ഡി പി ബൈ ഡി ടി കിട്ടി അല്ലെ. ഇപ്പൊ നോക്കിയേ, ഡി ബൈ ഡി ടി എഫ് എങ്ങനെയാ ഡി പി ആക്കാൻ പറ്റിയത്? ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട്, ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് പി ജെ, പി അല്ലേ? മനസ്സിലായോ സബ്സ്റ്റിറ്റ്യൂഷൻ? Yes, miss. അപ്പൊ ഡി പി ബൈ ഡി ടി മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ എന്നായി. അപ്പൊ ഈ റൈറ്റിലേക്ക് മാറ്റുമ്പോൾ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ എന്നായി. അപ്പൊ ലഗ്രാഞ്ചിനിൽ നിന്ന് ഡോ എൽ ബൈ ഡോ ക്യൂ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 2 ബീറ്റ ക്യൂ എന്നാ കിട്ടുക. 2 ബീറ്റ ക്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലെ, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് കൺസേർവ്ഡ്. ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ കൺസേർവ്ഡ് ആയേനെ. ഇവിടെ 2 ബീറ്റ ക്യൂ കിട്ടിയത് കൊണ്ട് നോട്ട് കൺസേർവ്ഡ്. ഈക്വൽ ടു 0 ആണെങ്കിൽ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 ആണെങ്കിൽ അല്ലേ പി കൺസേർവ്ഡ് ആവുള്ളൂ. ഇവിടെ ഡി പി ബൈ ഡി ടി 2 ബീറ്റ ക്യൂ എന്ന് കിട്ടിയത്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0, അതുകൊണ്ട് അത് കൺസേർവ്ഡ് അല്ല. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. കാരണം ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ട്വിസ്റ്റുകളാണ്. ഇതൊന്നും നമുക്ക് അറിയാത്ത ഇക്വേഷനുകൾ ഒന്നും അല്ല. പക്ഷെ എങ്ങനെ ഇവിടെ മൊമെന്റം വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ആ ബുദ്ധി നമുക്ക് അവിടെ തെളിയണമെങ്കിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. അടുത്ത നോക്കുക, എളുപ്പമല്ലേ? നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ആൻ ആൻഡ് ഫ്രീ ടു മൂവ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫിയർ. സർഫസ് ഓഫ് എ സ്ഫിയർ എന്ന് പറഞ്ഞുകൊണ്ട് 2 കേട്ടോ. ഇനി അടുത്തത് ഒരു വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. ലഗ്രാഞ്ചിൻ തന്നിട്ടുണ്ട്, ഹാമിൽട്ടോണിയൻ വർക്കൗട്ട് ചെയ്യണം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഇവിടെ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. നമ്മൾ എപ്പോൾ ചെയ്താലും മിക്കവാറും അത് തെറ്റിപ്പോവും. കാരണം നമ്മൾ എക്സാമിന്റെ മൂഡിലൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും വലിയ ബൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ ആൻസർ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നതെന്നൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സൈക്ലിക് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനോ? ഒന്ന് പറഞ്ഞേ സൈക്ലിക് കോർഡിനേറ്റ്. BZ. വിയും ഇസഡും സൈക്ലിക് കോർഡിനേറ്റ്. ഇത് ലഗ്രാഞ്ചിൽ നിന്നിട്ട് ഹാമിൽട്ടോണിയൻ കാണാനാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് അറിയാലോ, ലഗ്രാഞ്ചിൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഇസ് റിലേറ്റഡ് ത്രൂ അറിയില്ലേ? ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് അറിയില്ലേ? ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. Which among the following statement is not correct with respect to a set of generalized coordinate ആണ്. ജസ്റ്റ് ഇവിടെ ഒരു എറർ, എന്തോ ഒരു ചെറിയൊരു എറർ, സൈനിന്റെ എറർ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ.
അതിനകത്ത് നിങ്ങൾക്കറിയാം പി ഡോട്ട് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ക്യൂ അല്ലാന്ന് എന്തായാലും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് എറർ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷെ അത് കുഴപ്പമില്ല. എറർ ഏതാന്ന് ചോദിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ എറർ ഉണ്ട്. അപ്പൊ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ദിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് യൂസിംഗ് പ്രൂവ്ഡ് യൂസിംഗ് ദ കൺസെപ്റ്റ് ഓഫ്. ഈ സംഭവം പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ ആണ്. പക്ഷെ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ എടുക്കുന്നത് വേരിയേഷണൽ പ്രിൻസിപ്പിളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ദിസ് ക്യാൻ ബി പ്രൂവ്ഡ് യൂസിങ് വേരിയേഷണൽ പ്രിൻസിപ്പിളിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷനിലേക്ക് വരുന്നത്. ചോദ്യത്തിനനുസരിച്ച് ബി ആണ് ആൻസർ വരേണ്ടത് കേട്ടോ. ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ അല്ലേ എന്ന് കുറച്ചുപേര് ഡൗട്ട് ചോദിച്ചിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമ്പർ ഓഫ് ജനറലൈസ് കോർഡിനേറ്റ് റിക്വയർഡ് കംപ്ലീറ്റ്ലി അക്കൗണ്ട് ഫോർ ദ റൊട്ടേഷണൽ മോഷൻ ഓഫ് എ റിജിഡ് ബോഡീസ്. റൊട്ടേഷണൽ മോഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിജിഡ് ബോഡിക്ക് ട്രാൻസ്ലേഷൻ 3, റൊട്ടേഷൻ 3. ഇവിടെ റൊട്ടേഷന്റെ കാര്യം എടുത്ത് ചോദിച്ചേക്കുന്നതുകൊണ്ട് കോർഡിനേറ്റ് 3. മനസ്സിലായോ? റിജിഡ് ബോഡിയിൽ ഒത്തിരി നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുതലായതുകൊണ്ട് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഡിഗ്രി ഓഫ് ഫ്രീഡവും ട്രാൻസ്ലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ചോദ്യം ഏതാണ് റൊട്ടേഷണലിന്റെ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്നാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 കേട്ടോ. അത് നമ്മൾ റിജിഡ് ബോഡി എന്ന് കാണുമ്പോൾ പെട്ടെന്ന് 6ലേക്ക് പോവും. അങ്ങനെ പോവാതിരിക്കാനാണ് അത് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. Number of degrees of freedom for a mass point suspended by an extensible string and നിങ്ങളില്ലേ ലൈവിലില്ലേ? Yes, ma'am. ഓക്കെ. Number of degrees of freedom for a mass point suspended by an extensible string and constrained to move in a plane are 2. 2 ആണ് വരിക. കാരണം നോക്കുക, മൂവിങ് ഇൻ എ പ്ലെയിൻ എന്ന് പറയുമ്പോൾ തന്നെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം വരും, എക്സും വൈയും. ഇപ്പൊ എക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആയതുകൊണ്ട് എന്താ സംഭവിക്കുക, ആ വൈയില് ഒരു ചെറിയൊരു കൺസ്ട്രെയിന്റ് വരുന്നുണ്ട്. പക്ഷെ അത് ആ മൊത്തം മോഷനെ നിർത്തുന്നില്ല. ആ പ്ലെയിനിൽ തന്നെ അത് മൂവ് ചെയ്യാം. പക്ഷെ പ്ലെയിനിൽ മൂവ് ചെയ്യാനുള്ള ഏരിയയിൽ ഒരു റെസ്ട്രിക്ഷൻ വരുത്തുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഡിഗ്രീസ് ഓഫ് കോർഡിനേറ്റ് 2 തന്നെയാണ്. മനസ്സിലായോ? ഇതിപ്പം ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആയിരുന്നുവെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നതിൽ വൈയിൽ റെസ്ട്രിക്ഷൻ വരും. അപ്പൊ അവിടെ 1 ആയിട്ട് മാറും. ആ ഒരു ഐഡിയ മനസ്സിലായോ? നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അടുത്ത ഞാൻ ചെയ്യണ്ടല്ലോ, ലഗ്രാഞ്ചിൻ തന്നിട്ടുണ്ട്, ഹാമിൽട്ടോണിയൻ കാണാനാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ്. നമ്മൾ ജസ്റ്റ് കാണാതെ പഠിക്കാനുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ പാർട്ടിക്കിൾ കൺസ്ട്രെയിൻഡ് ടു ബി സ്റ്റേഷനറി അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു -1 ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. ഒന്ന് പറയാവോ? ചോദ്യം തന്നെ അൺനെസസറി ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. ഒരു പാർട്ടിക്കിള് എക്സും വൈയും അതിന് പോയിന്റ് കൊടുത്തിരിക്കുക. അപ്പൊ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ അതിന് പിന്നെ മോഷണമൊന്നും ഇല്ല അല്ലെ. കറക്റ്റ് ഒരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതെന്താണ്, അതിന് 0 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, ഫിക്സഡ് ആണ്. മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് വൈ അല്ലെ, എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു -1 അല്ലെ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഒരു ഫിക്സഡ് പോയിന്റ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ അല്ല 1, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -1. ഇങ്ങനെ ഇവിടെയാണോ വരയ്ക്കുക? ഓക്കെ. അപ്പൊ എന്തായാലും എക്സിന് 1ഉം വൈക്ക് -1ഉം ഇങ്ങനെ ഒരു പോയിന്റ് ആണത്. അപ്പൊ അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ അതിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ല കേട്ടോ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ എറർ ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പി ജെ ക്യൂ ജെ ഡോട്ട് -L എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. ഇവിടെ ഓപ്ഷൻ സിയിൽ ഡെൽറ്റ ഓഫ് T1 to T2 പി ജെ ക്യൂ ജെ ഡോട്ട് -L എന്ന് വരണം, എന്നാലേ എച്ച് ആവുള്ളല്ലോ. മനസ്സിലായോ?
അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ എറർ ഉണ്ട്. -L എന്ന് പറയുന്ന ഒരു ടേം കൂടെ അവിടെ വരണം. പിന്നെ വരുന്നത് വിച്ച് among the following is true for constraint? Holonomic constraint can be expressed as algebraic equation. അപ്പോൾ algebraic can be expressed as algebraic equation എന്ന് പറയുമ്പോൾ algebraic equation മാത്രമല്ല പല രീതിയിലും നമുക്ക് അതിനെ നമുക്ക് qj ഡോട്ട് ടി എന്ന് പറയുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം അല്ലെ. ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ആൽജിബ്രൈക് ഇക്വേഷൻ എന്നുള്ളത് കറക്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോട്ട് ഓൺലി ഓൾജിബ്രൈക് ആണ് അവിടെ വരിക. ഇനി നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ നോട്ട് ഓൺലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് ഇവിടെ വരുന്നത്. കൺസ്ട്രെയിൻ ഫോഴ്സ് കറസ്പോണ്ടിങ് ടു റിയോണോമസ് കൺസ്ട്രെയിൻ കനോട്ട് ഡു വർക്ക്. അതിന് വർക്ക് ചെയ്യാൻ പറ്റും കാരണം ടൈം ഡിപ്പെൻഡൻസ് വെച്ചിട്ട്. കൺസ്ട്രെയിൻ ക്യാൻ ബി ഹോളോണോമിക്. ഇപ്പൊ നിങ്ങൾ ഈ ബാക്കി 3 സെന്റൻസ് അറിയില്ലെങ്കിലും ഓപ്ഷൻ ഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. എ കൺസ്ട്രെയിൻ ക്യാൻ ബി ഹോളോണോമിക് ആൻഡ് സ്ക്ലീറോണോമിക് അറ്റ് ദ ഫസ്റ്റ് ടൈം. അപ്പൊ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഒന്നും വരേണ്ട കേസില്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ട്രൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഇസ് ഡിഫൈൻഡ് ഇൻ ഏത് സ്പേസിലാണ്? മാറിപ്പോവരുത്. ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ ആണ് ഫേസ് സ്പേസിൽ വരിക. ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിളിൽ നമുക്ക് എന്താണ് കോൺഫിഗറേഷൻ സ്പേസിലാണ് വരിക കേട്ടോ. അടുത്ത which of the following is not true? Generalized coordinate can have any dimension. ശരിയാണോ തെറ്റാണോ? പറഞ്ഞേ, ജനറലൈസ് കോർഡിനേറ്റ് ക്യാൻ ഹാവ് എനി ഡയമെൻഷൻ. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലെ. ലെങ്ത് ആവാം, ആംഗിൾ ആവാം, അപ്പൊ എന്ത് ഡയമെൻഷനും ആവാം. അടുത്തത് ലഗ്രാഞ്ചിയൻ is defined in terms of generalized coordinate, generalized velocity and time. എല്ലിന്റെ ബ്രാക്കറ്റിൽ എന്താണ്? qj ഡോട്ട് ടി ആണ് അല്ലെ. അപ്പൊ അതും ശരിയാണ്. ഹാമിൽട്ടോണിയൻ ആൻഡ് ലഗ്രാഞ്ചിയൻ റിലേറ്റഡ് ബൈ ലെജൻഡ്രെ ട്രാൻസ്ഫോർമേഷൻ, അതും ശരിയാണ്. ഏതാണ് തെറ്റ്? ജനറലൈസ്ഡ് മൊമെന്റം ഷുഡ് ഓൾവേസ് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. തെറ്റാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഓൾവേസ് അല്ല, തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആണെങ്കിൽ മാത്രം അവിടെ ആംഗുലർ മൊമെന്റം വരുള്ളൂ. മനസ്സിലായോ? അടുത്ത ഇക്വേഷൻ വളരെ എളുപ്പമാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3n-k. സൈക്ലിക് കോർഡിനേറ്റ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? Clear ആയി. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളാം. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തന്നെ പോകണം കേട്ടോ. അതായത് സമയം എടുക്കുന്ന കാര്യങ്ങൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോവാം. മൈക്രോ പ്രോസസ്സർ ഞാൻ പതുക്കെ പതുക്കെ എടുക്കുള്ളൂ. ഒത്തിരി സ്ട്രെസ് കൊടുത്ത് എല്ലാ പറ്റുന്ന പോലെ ഓരോ വീക്കിൽ ഓരോ ക്ലാസ് മാക്സിമം തരാൻ നോക്കാം. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൈക്രോ പ്രോസസ്സർ പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി സമയം വേണം. കാരണം ബൾക്കായിട്ട് നിങ്ങൾ പഠിപ്പിക്കേണ്ട കേസില്ല. അതുകൊണ്ട് അത് മാക്സിമം അത്യാവശ്യം നല്ലോണം റെഫർ ചെയ്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ അത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അത്രയ്ക്കൊന്നും നമ്മൾ പഠിക്കണ്ട. ഭയങ്കര ബൾക്കായിട്ട് പഠിച്ചാൽ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. പ്രത്യേകിച്ച് മൈക്രോ പ്രോസസ്സർ ഒന്നാമത് നമുക്ക് വലിയ ആവശ്യമില്ലാത്തൊരു പേപ്പറാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എക്സാം സിലബസിലുള്ളത് കൊണ്ട് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു രീതിയിലും നമുക്ക് ആ പേപ്പർ ആവശ്യം വരില്ല. അപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെയൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ കുറെ ഇലക്ട്രോണിക്സിന്റെ കൺസെപ്റ്റും എല്ലാം അതിനകത്ത് വരണം. അപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതെടുക്കും, അങ്ങനെ കുറച്ചൊരു ക്ലാഷ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അതിൻ്റെതായ തഞ്ചത്തിനായിരിക്കും മൈക്രോ പ്രോസസ്സർ എടുക്കുക. ബാക്കി എടുക്കുന്ന സബ്ജക്റ്റുകൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോവാ കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഞാൻ PDF ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഡൗട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പഠിച്ച് തന്നെ മുന്നോട്ട് പോവാ കേട്ടോ. ഗുഡ് നൈറ്റ്. Okay. Thank you. Good night, Miss. Thank you.